ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ ദിവസത്തിന് ശേഷം ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. കുറച്ച് ഹോസ്പിറ്റൽ കേസൊക്കെ ആയിരുന്നു, ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ചെറിയൊരു സർജറി ഒക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ മുറിവ് ഉണങ്ങാൻ വരാൽ നല്ലതാണെന്ന് അറിഞ്ഞതുകൊണ്ട് ഞങ്ങൾ വരാൽ വാങ്ങാൻ ഇറങ്ങിയിരിക്കുകയാണ്. ചങ്ങനാശ്ശേരിയിൽ നിന്നും ആലപ്പുഴ പോകുന്ന റൂട്ടിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഐസ് പെട്ടിയിട്ടൊക്കെയാണ് ഞങ്ങൾ പോയത്. അതുകൊണ്ട് തന്നെ ആദ്യം ഞങ്ങൾ വരാലിനെ വാങ്ങുന്നതിന് മുമ്പ് ഐസ് വാങ്ങാമെന്ന് വിചാരിച്ചു. ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഐസൊക്കെ വാങ്ങി. ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഞങ്ങൾ ആലപ്പുഴ റൂട്ടിലോട്ട് കുറച്ചങ്ങോട്ട് നീങ്ങിയപ്പോൾ തന്നെ റോഡ് സൈഡിലൊക്കെ ഒരുപാട് പേര് മീൻ കച്ചവടം ചെയ്യുന്നവരുണ്ടായിരുന്നു. ഞങ്ങൾ പക്ഷേ മീൻ പെട്ടിയും കൊണ്ടൊക്കെയാണ് പോയത്. ഇവിടെ കിട്ടുന്നത് ഫ്രഷ് വരാലായിരുന്നു. പക്ഷേ ഞങ്ങൾ എന്താ ചെയ്യുക, ഇടുക്കിയിലെത്തുമ്പോഴത്തേനും അത് ചത്തുപോകുമെന്ന് പറഞ്ഞായിരുന്നു. എങ്കിലും വാങ്ങി. 2 കിലോ വരാലാണ് ഞങ്ങൾ വാങ്ങി. കിലോയ്ക്ക് 400 രൂപ വെച്ച് 2 കിലോ 800 രൂപയ്ക്ക് ഞങ്ങൾക്ക് കിട്ടി. ഏകദേശം നല്ല വലിപ്പമുള്ള ഒരു 5-6 മീനെ കിട്ടിയായിരുന്നു. പോ ചാടി ആ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. പെട്ടിക്കുള്ളിലായതുകൊണ്ട് തന്നെ എല്ലാം ചത്തിട്ടുണ്ടായിരുന്നു. അമ്മയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിനെ ഞാൻ തന്നെ വൃത്തിയാക്കണം, കഴുകണം. ഞാനിതുവരെ അങ്ങനെ ആറ്റിലെ മീനിനെ ഒന്നും കഴുകി വൃത്തിയാക്കിയിട്ടില്ല. കടലിലെ മീനെ മാത്രമാണ് ഞാൻ കൈകാര്യം ചെയ്തിട്ടുള്ളത്. വരാലിൻ്റെ തൊലി ഉരിച്ചും ഉരിക്കാതെയും ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. ഞാൻ ഇന്നെന്തായാലും രണ്ടും ഒന്ന് ട്രൈ ചെയ്യാൻ പോവുകയാണ്. കത്തിയൊക്കെ എടുത്തിട്ടുണ്ട്. വലിയ ബിൽഡപ്പാണ്, എങ്ങനെയാവുമെന്ന് നോക്കാം. മീനിൻ്റെ മണം അടിച്ച് വരുന്നവരെ ഞങ്ങളിങ്ങനെ പെട്ടിയിലൊക്കെ ആക്കി വെയിൽ കൊള്ളിക്കുന്നതാണ്. കുഞ്ഞിപ്പെണ്ണിന് പിന്നെ വെയിൽ കൊള്ളുന്നത് ഇഷ്ടമായതുകൊണ്ട് തന്നെ വെയിലത്ത് തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. ഇതിനിടയിൽ ഞാൻ തൊലി ഉരിക്കാനും നോക്കി, പക്ഷേ അത് സക്സസ്ഫുൾ ആയില്ല. തൊലി ഉരിച്ച് കിട്ടിയില്ല. ഒരു മീൻ നാശമായിപ്പോയി. അതുകൊണ്ട് തന്നെ ഞാൻ കല്ലിൽ ഉപ്പുകല്ലിട്ടിട്ട് ഉരച്ചെടുക്കുകയാണേ. കറി വെക്കാനുള്ളത് ഇച്ചിരി വലിയ പീസായും വറക്കാനുള്ളത് ചെറിയ ചെറിയ പീസായിട്ടും കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും മോള് കപ്പ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കപ്പയുടെ പുഴുങ്ങിയെടുക്കാം. ഞാൻ മീൻ കറി വെക്കാനുള്ളത് റെഡിയാക്കിയപ്പോഴത്തേന് മോള് മീൻ വറക്കാനുള്ളതിന് പുരട്ടി വെച്ചിരുന്നു. അതിൻ്റെ ഇടയിൽ ചെക്കനാണെങ്കിൽ ഒരു മീൻ അവന് വേണമെന്ന് പറഞ്ഞായിരുന്നു. എന്തോ സ്പെഷ്യൽ ഉണ്ടാക്കാനത്രേ. ഞാൻ കൊടുത്ത ആ ഒരു മീനിന് വേണ്ടി സ്വന്തമായിട്ട് മസാലയൊക്കെ അരച്ച് ചേർത്ത് പുരട്ടി വെക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് നേരം, പിന്നെ എടുത്ത് വറക്കാമെന്നൊക്കെ പറഞ്ഞു. നമ്മളിത് വറുത്ത് കോരിയാലേ നമുക്ക് അടുത്തത് വറക്കാൻ പറ്റുള്ളൂ. ഇത്ര മതി അനു, പോരാലോ. അങ്ങനെ കപ്പ വെന്തിട്ടുണ്ട്. നമ്മളത് ഊറ്റിയെടുത്തപ്പോഴേക്കും കാശി അവൻ്റെ മീനൊക്കെ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. പണ്ടത്തെ കാലമൊക്കെ ഇങ്ങനെ ഓർത്തു ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട്, അതായത് കപ്പയൊക്കെ ആണെങ്കിൽ സ്പെഷ്യലുള്ള സമയത്ത് എല്ലാവരും കൂടെ ഒക്കെ ഇരുന്ന്, അതായത് ഒരു വീട്ടിൽ അച്ഛനും അമ്മയും മക്കളും എല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന കൂട്ട്. ഇന്ന് ഞങ്ങൾ ഇലയൊക്കെ വെട്ടി ഇലയ്ക്കകത്താണ് ഞങ്ങൾ കപ്പ പുഴുങ്ങിയത് കഴിച്ചത്. മുറിവുള്ള ആൾക്ക് മുറിവ് ഉണങ്ങാൻ വാങ്ങിയ സാധനമാണെങ്കിലും പക്ഷേ കഴിച്ചത് ബാക്കിയുള്ളവരായിരുന്നു കൂടുതലും. എങ്കിലും ഒരുപാട് സന്തോഷം. ഇതൊക്കെയല്ലേ സന്തോഷം അല്ലേ? അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്